നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വളരെയധികം വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും നിഫ്റ്റി 24,000 മുകളിൽ ക്ലോസ് ചെയ്യാനും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചു. സെൻസെക്സ് 130 പോയിൻറ്റ് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ബാങ്ക് ഓഫ് കൊറിയ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം 3.5 വർഷത്തിന് ശേഷം ഉയർത്തി എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കൊറിയൻ മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും വലിയ തോതിൽ ഇടിവിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസും ഉണ്ട്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. BHCL, സിയറ്റ്, ITC, ഹോട്ടൽ, ബോറോസൽ, റിന്യൂവബിൾ, 5 പൈസ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നാളെയാണ് പ്രധാന റിസൾട്ട് റിലയൻസ്. അതിനുശേഷം സാറ്റർഡേ ആണ് HDFC ബാങ്കും ICICI ബാങ്കും യെസ് ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കിങ് ജയൻറ്റുകളുടെ റിസൾട്ട് വരുന്നത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,039 എന്ന നിലയിലാണ്. സിൽവർ 57, ബിറ്റ്കോയിൻ 64,000, ബ്രന്റ് ഓയിൽ 85, നാച്ചുറൽ ഗ്യാസ് കാണാം. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്ത് നെഗറ്റീവാണ്. ഓസ്ട്രേലിയ, കൊറിയ, നിക്കി, ജപ്പാൻ മാർക്കറ്റ് 3%, കൊറിയ 6% ഇടിവിലാണ്. ഏറ്റവും താഴേക്ക് പോവുകയാണെങ്കിൽ ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. കൊറിയ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചത് കാരണം കൊറിയൻ മാർക്കറ്റ് 6%, ജപ്പാൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറൊക്കെ നെഗറ്റീവാണ്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യ UK സ്വതന്ത്ര കരാറ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ, ലെതർ, ജെംസ്, ജ്വല്ലറി സെഗ്മെൻറ്റ്, അതല്ലെങ്കിൽ ഷ്രിംസ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അതിൻ്റെ കയറ്റുമതി, അതിൻ്റെ എക്സ്പോർട്ട് മേഖലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്രൂഡ് ഓയിൽ 85 മുകളിലാണ്. അത് ഓർമ്മയിൽ നമുക്ക് വേണം. RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. കാരണം നമ്മളുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ 17 മാസത്തെ ഹൈ ആണ് വന്നിരുന്നത്. അതിനുശേഷം വന്ന WP ഇൻഫ്ലേഷൻ ഡേറ്റയും വർദ്ധിച്ചിരുന്നു. എന്നാൽ പൊതുവേ അനലിസ്റ്റുകൾ പറയുന്നത്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് RBI പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ സാധ്യത കുറവാണെന്നുള്ളതാണ്. US ഇൻഫ്ലേഷൻ കുറഞ്ഞ ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ചൈനയുടെ സാമ്പത്തിക റിപ്പോർട്ട് വന്നു. അവരുടെ GDP ഡേറ്റ എക്സ്പെക്റ്റ് ചെയ്തതിലും താഴെയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നുണ്ടെന്ന് നമുക്കറിയാം. നേരെ നമ്മൾ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ITRനെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ നമ്മളുടെ Zoom മീറ്റിൽ ജോയിൻ ചെയ്യുക. വരുന്ന സൺഡേ നമുക്ക് ITRനെ കുറിച്ച് ലൈവായിട്ട് ടാക്സ് കൺസൾട്ടൻറ്റ് വിദഗ്ധനും നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകും. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ Zoomൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ അതേ Zoom ലിങ്കിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് Zoom മീറ്റിങ്ങുകളൊക്കെ നടത്താറ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ഹിമാദ്രി കമ്പനി ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്ന് 182 കോടി രൂപയിൽ നിന്ന് 230 കോടി രൂപയായിട്ട്. HDB ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 785 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തത്. 38% വർധനവുണ്ടായിരുന്നു. ഏഞ്ചൽ വൺ നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി 251 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ്വർക്ക് 18 കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% വർധനവ് രേഖപ്പെടുത്തി. ICC ലോബാണ്ട് നെറ്റ് പ്രോഫിറ്റ് 46% ഇടിവ് രേഖപ്പെടുത്തി. GGP ഹാത്വേ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 78% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇവരുടെ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ 100 CR ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നാണ് ന്യൂസ് ഉണ്ട്. ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനി ഇവരുടെ പുതിയ പെസ്റ്റിസൈഡിന് യൂറോപ്പിൽ നിന്ന് അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ്. HDFC ലൈഫ് 546 നിന്ന് 611 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരുന്നു. അദാനി പവർ കമ്പനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു. NTPC കമ്പനി പുതിയ റിന്യൂവബിൾ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്ക് 102 നിന്ന് 155 പ്രോഫിറ്റ് ഉയർന്നിട്ടുമുണ്ട്.
ഒരുപാട് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യാത്ത ആൾക്കാർക്ക് കൂടിയും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ആൾ.